ഹലോ ഗൈസ്, ഇന്ന് കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് കപ്പ വെച്ചാലോ? അപ്പം ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് കപ്പ വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഗൈസ് വരുന്നത്. അപ്പം ഇതാ വലിയൊരു കപ്പ തന്നെ എടുത്തിട്ടുണ്ട്. കപ്പക്കുള്ള ചമ്മന്തിക്കുള്ള ഇതാണ്. കാന്താരിയുണ്ട്, ഉള്ളി, ചെറിയ ഉള്ളി, ഉപ്പ്, തേങ്ങ, ഒരു ഇച്ചിരി പുളി എടുത്തിട്ടുണ്ട്. ഒരു ടേസ്റ്റിന് മാത്രം കാന്താരി ഇട്ടിട്ടാണ് കപ്പ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് മുറിച്ചെടുക്കാം. നമ്മളെ കപ്പേനെ ഒന്ന് മുറിച്ച് തോലെല്ലാം കളഞ്ഞിട്ടെടുക്കണ്ടേ. ചെറിയ ചെറിയ പീസായി കഴിഞ്ഞാൽ വേഗം നമുക്ക് മുറിക്കാൻ പറ്റും. അതിനാണ് ചെറിയ ചെറിയ പീസാക്കുന്നത്. ഓക്കെ, ഇനി തോല് കളഞ്ഞ് മുറിച്ചിടാം. എന്താ ഗൈസ്, കണ്ടല്ലോ. അപ്പോൾ ഇത് ഞാനെല്ലാം ഇങ്ങനെ തോല് പൊളിച്ചിട്ട് എല്ലാം മുറിച്ചിട്ട് റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. തോല് പൊളിച്ചതിന് ശേഷം ഞാൻ മുറിച്ചിടുന്നത് ഞാൻ കാണിക്കാം. എങ്ങനെയാണ് മുറിച്ചിടുന്നതെന്ന്. അത് നമുക്ക് നീളത്തിൽ വേണ്ടിക്കലും മുറിച്ചിടാൻ, കൊത്തിയിടുകയും ചെയ്യാം വേഗം വേവാൻ വേണ്ടിയിട്ട്. എങ്ങനെയായാലും പ്രശ്നമില്ല, വേവണമെന്ന് മാത്രം. കപ്പ നല്ലോണം വെന്ത് കിട്ടണം നമുക്ക്, എങ്ങനെയായാലും പ്രശ്നമില്ല. അപ്പം ഞാൻ ഇതെല്ലാം തോട് കളഞ്ഞ് എടുക്കട്ടെ. അല്ലേ, നീ ഇത്രയും കൂടിയേ ഉള്ളൂ, എന്നിട്ട് വരാം. കപ്പ തോല് പൊളിച്ച് ഇനി ഞാനിത് മുറിച്ചിടട്ടെ. ഇങ്ങനെയാണ് മുറിച്ചിടുന്നത്, കൊത്തിയിടുകയെന്ന്. എന്നാൽ വേഗം വെന്തോളും. അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാനെല്ലാം മുറിച്ചിട്ടിട്ട് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ് ഞാൻ മുറിച്ചിട്ടിട്ടുള്ളത്, കണ്ടല്ലോ. ഇതേപോലെ എല്ലാം മുറിച്ചിടട്ടെ. അപ്പോൾ ഇതെല്ലാം മുറിച്ചിട്ട് ഇതാ 2 കൊട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വെന്തിട്ടാകുമ്പോൾ ഞാനിത് തിന്നും. നിങ്ങളെല്ലാവരും ഇങ്ങനെ തിന്നലുണ്ടോ? കമൻ്റ് ഇടണേ. ഞാനിങ്ങനെ കപ്പ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൊട്ടുണ്ടെങ്കിൽ അത് വെന്ത് കഴിഞ്ഞാൽ അത് ഞാൻ എല്ലാം കടിച്ച് തിന്നും. നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കഴുകി എടുത്തിട്ട് വരുന്നു. അപ്പോൾ ഇതാ കഴുകി കൊണ്ടുവന്ന് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടെ. ഉപ്പിട്ട് കൊടുത്ത് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. കപ്പക്കൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ ആ വെള്ളത്തിൽ അങ്ങനെ ഇതായിട്ട് മഞ്ഞ കളറുണ്ട്. ഇനി ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പത്ത് വെക്കാം. അപ്പം അതായിരുന്നു പതക്കട്ടെ ഗ്യാസ്. അടച്ച് വെക്കാം നമുക്ക്. അടച്ച് വെച്ചതിൻ്റെ ശേഷം വെന്തതിൻ്റെ ശേഷം നമുക്ക് വാങ്ങാം. അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് കപ്പ തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടല്ലോ. ഇതാ കാണിച്ചു തരാം, കണ്ട. സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ കണ്ട. അപ്പം ഞാനിത് വാങ്ങി ഊറ്റട്ടെ. അപ്പോൾ കപ്പ നമ്മൾ അടുപ്പത്ത് വെക്കുന്നുണ്ട്. കാന്താരി ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇടുന്നുണ്ട്. വെള്ളം ഊറ്റി വെച്ചാണ് കപ്പേൻ്റെ. കാന്താരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി ചേർക്കണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഈ കൊട്ടുണ്ടല്ലോ അതിനെ ഞാൻ ഇങ്ങോട്ട് ഇട്ട് വെക്കുന്നുണ്ട്. വെന്ത് കഴിഞ്ഞാൽ ഈ കൊട്ടിങ്ങോട്ട് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ കൊട്ടിനെ ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നതാണ്. ഗൈസ്, ഒരു കൊട്ടും കൂടിയുണ്ട്. ഇതാ അവരെയും കൂടി ഞാൻ ഇങ്ങോട്ട് എടുത്ത് മാറ്റുന്നുണ്ട്. ഇതാ രണ്ടാളെ എടുത്ത് മാറ്റി. എന്നിട്ട് ബാക്കിയുള്ളവരെയാണ് ഞാനിത് നല്ലവണ്ണം ഇളക്കി ചേർക്കുന്നത്. എന്നിട്ട് വേണം നമുക്കിതിന് നല്ല അടിപൊളി വറവൊന്ന് കഴിക്കണം. അപ്പം നമ്മളെ കപ്പയെല്ലാം നല്ല വൃത്തിയിൽ ഇളക്കിയെല്ലാം യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനിത് മാറ്റിയിട്ട് ഇനി വറുത്തിടട്ടെ. നല്ല അടിപൊളിയായിട്ട് വെന്ത കപ്പയാണ്. എന്താ കണ്ടല്ലോ, കറണ്ട് പോയി ഗൈസ്. കറണ്ട് ഇടക്കിടക്ക് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടൊരു വല്ലാത്ത ഇതാണ്. അപ്പോൾ നമുക്കിതിന് വറവിടാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കട്ടെ. കാന്താരി ഇട്ടുകൊണ്ട് ഇതിന് എരിവുണ്ടാവും. അപ്പം ഞാനൊരു ചുവന്ന മുളക് മുറിച്ച് വറുത്തിടുന്നുണ്ട്. ഇപ്പോൾ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. തീ ഓഫാക്കട്ടെ. അപ്പോൾ കപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ നമ്മളെ വറവ്. ഓക്കെ, ഇനി എല്ലാം കൂടി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അടിപൊളി കപ്പ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില ഒന്നും ഇടുന്നില്ല ഗൈസേ. കറിവേപ്പില ഇവിടെ ഇല്ല. അപ്പോൾ കൊണ്ടുവന്ന കറിവേപ്പിലയെല്ലാം തീർന്നു. അപ്പം ഞാനിത് പ്ലേറ്റിൽ വിളമ്പിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളി കപ്പയും നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, അടിപൊളി ചമ്മന്തി. കറണ്ട് പോയതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും കാണുന്നുണ്ടോയെന്നറിയില്ല, കറണ്ട് പോയി കഴിഞ്ഞ്. അപ്പോൾ ഇതാ ഗൈസ്, കപ്പയും ചമ്മന്തി ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ട, അടിപൊളി കപ്പയും ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ നമ്മൾ ചായയും വെച്ച് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.